വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. आज का हम लोग एक वाक्य पढ़कर हम लोग आरंभ करेंगे. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. पहला यूहन्ना 2 अध्याय उसका 24वां वाक्य में ഇവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. वहां पर हम इस रीति से पढ़ते हैं कि तुमने जो आरंभ से जो सुना है वो तुम में बसे रहे. അപ്പം ആരംഭത്തിൽ പറഞ്ഞ ആ വചനം എന്താണ്, കേട്ടത് എന്താണ്, ആ ദൂത് എന്താണ് എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിനും യോഹന്നാന്റെ ലേഖനത്തിനും വളരെ പ്രകടമാണ്. तो आरंभ से क्या क्या बातें बोला गया है, ये बातें हम लोग यूहन्ना का सुसमाचार में और यूहन्ना के लेखाओं में पढ़ते समय में हमें मालूम पड़ता है. നമുക്ക് 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ पहला यूहन्ना 1:5 में हम इस रीति से पढ़ते हैं. അവിടെയും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. वहां पर भी इसी रीति से बातें कहा है. ദൈവം വെളിച്ചമാകുന്നു, परमेश्वर ज्योति है, അവരിൽ ഒട്ടും ഇരുട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാവും. और उसमें कुछ भी अंधकार नहीं है करके ये जो सुसमाचार है हमने उसे सुना और तुम्हें सुनाया है. അപ്പം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു അർത്ഥത്തിലാണ്. यूहन्ना का ये सुसमाचार भी जब हम शुरुआत में पढ़ते समय में यही बातें बोलकर ही शुरुआत करता है. അവിടെ നമ്മൾ आദ്യമേ വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായിട്ട് വന്നു. हम वहां पर यूहन्ना का सुसमाचार में क्या पढ़ते हैं कि प्रभु यीशु मसीह जगत का ज्योति बनकर आया. ഈ വെളിച്ചം എന്ന് പറയുന്നത് ദൈവ സ്നേഹമാകുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ദൂതാണ്. तो ज्योति ज्योति जब बोलते समय में परमेश्वर जो है वो प्रेम है करके वो बात का एक प्रकटीकरण का बातें है जो संदेश के रूप में आया है. ഈ വെളിച്ചത്തിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് പക എന്നാണ്. ज्योति का जो विरुद्ध बात है वो है बैर रखना या फिर नफरत करना. അതാണ് ഇരുൾ. वो है अंधकार. നമ്മൾ ഇരുൾ എന്ന് വായിക്കുന്നത് ദൈവത്തിലെല്ലാം മറ്റുള്ളവരോട് പകയും പിണക്കവും ഒക്കെ ഉള്ള ഒരു ദുശാഠ്യമുള്ള ഹൃദയത്തെയാണ് ഇരുൾ എന്ന് പറയുന്നത്. जहां पर भी हम अंधकार पढ़ते समय में उसका भाषा अर्थ में हम देखते समय में किसी से बैर रखना, किसी से नफरत करना, किसी के साथ गुस्सा या द्वेष रखना, ये स्वभाव को है अंधकार का अर्थ में बताया है. അപ്പൊ നമ്മള് പണ്ട് ഇരുളിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്ന എല്ലാ കാര്യവും അവിടെ ഉണ്ട്. तो हम लोग तीतुस का पुस्तक 3 अध्याय में वहां पर पढ़ते समय में तुम पहले अंधकार में थे करके बोलते समय में वो सब गुणों की बातें जो अंधकार का बातें है वो उसमें लिखा हुआ है. അവിടെ നമ്മൾ വായിക്കാം 3-ാം വാക്യം ടൈറ്റസ് 3:3. तीतुस का पुस्तक 3:3 में हम पढ़ते हैं. അവിടെ നമ്മൾ വായിക്കുന്നു, മുമ്പേ നിങ്ങൾ ബുദ്ധി കെട്ടവര്, അനുസരണമില്ലാത്തവര്, വഴിതെറ്റി നടക്കുന്നവര്, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനര്, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പാലിക്കുന്നവരുമായിരുന്നു. क्योंकि हम भी पहले निर्बुद्धि और आज्ञा न मानने वाले और भ्रम में पड़े हुए और रंग रंग के अभिलाषाओं और सुख विलास के दासत्व में थे और वैरभाव और डाह करने में जीवन निर्वाह करते थे और घृणित थे और एक दूसरे से बैर रखते थे. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെയാണ് മനുഷ്യൻ ആരംഭം മുതലേ. കാരണം കയീൻ ഹാബേലിനെ കൊന്നത് പക വെച്ചുകൊണ്ടാണ്. तो मनुष्य का आरंभ को अगर हम देखा जाए तो इस रीति से हम देखते हैं अंधकार किस रीति इसी रीति से फैलता है. जब पहला पाप होते समय में यानी कि कयीन ने जब आबेल को मारा वो इस रीति का नफरत का भावना रखकर ही उसने मारा था. അപ്പോൾ സകല മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ദൂത് ദൈവത്തിന്റെ വചനം ആത്മാവിൽ വെളിപ്പെടുത്തുകയാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. तो अभी सभी मनुष्यों से स्वभाव का से एक विपरीत या एक अलग वचन या सुसमाचार हमारे जीवन में आया. वो है परमेश्वर के बारे में जो कहता है कि परमेश्वर ज्योति है और उनमें कोई अंधकार नहीं. അവൻ നമ്മൾ ചിന്തിക്കും, ദൈവത്തിന് ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, അവൻ ദൈവത്തിന് എന്നോട് കോപമാണ്, ദൈവത്തിന് എന്നോട് ഈർഷ്യയുണ്ട്, ദൈവത്തിന് എന്നോട് പകയുണ്ട്, ദൈവത്തിന് എന്നോട് പിണക്കമുണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ദൈവം ഇരുട്ടാണ്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഉള്ള വ്യക്തി ഇരുട്ടാണ്. तो हम लोग क्या करते हैं, हमारा मनुष्य स्वभाव में रहने की वजह से
हम लोग निर्बुद्धि होने की वजह से हम लोग क्या बोलते हैं परमेश्वर के विषय में, हम लोग क्योंकि परमेश्वर को सही रीति से नहीं जानने की वजह से हम लोग कहते हैं कि परमेश्वर हमसे प्रेम नहीं करता, वो बहुत बैरभाव रखता है, हमसे नफरत करता है, वो हमसे घृणा करता है क्योंकि हमारा स्वभाव ऐसा है बोल के। इस तरह परमेश्वर का असली स्वभाव को ना जानते हुए परमेश्वर को नकारात्मक बातें बोलकर हम लोग क्या बोलते हैं, परमेश्वर तुम अंधकार हो करके। അപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു നമ്മൾ വെക്കുന്ന ഒരു വ്യക്തി ഇതാണ്, ദൈവത്തിൽ ഇരുട്ടുണ്ട്. കാരണം ദൈവത്തിൽ ഇരുട്ടുള്ളതാണ്. നമുക്ക് ദൈവത്തോടുള്ളൊരു നല്ല മനസാക്ഷി ഇല്ലാത്തത്, ദൈവത്തിന് എന്നോട് ഭയങ്കര ശത്രുതയുണ്ട് എന്ന് നമ്മൾ ചെയ്തിട്ടുള്ള പാവങ്ങൾ നിമിത്തം നമ്മൾക്ക് ഒരു മനോഭാവമുണ്ട്. तो क्योंकि क्या होता है परमेश्वर के विषय में हमें सही पहचान ना होने की वजह से और हमारा निर्बुद्धि का कारण परमेश्वर का प्रेम को हम ना पहचान पाते और हम लोग ही बोल बैठते हैं कि परमेश्वर कि तू हमसे नफरत करता है, तू हमसे भेदभाव कर रहे है। ये सब क्यों हम बोल रहे हैं? क्योंकि हमारे अंदर का पाप का स्वभाव की वजह से। तो जब हम लोग परमेश्वर का ये स्वभाव ना जानते हुए हम लोग ही क्या बोल रहे हैं कि ये परमेश्वर तुझ में अंधकार है करके। ചിലപ്പോൾ നമ്മള് പാപത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും പ്രയാസങ്ങളും തോൽവികളും ദാരിദ്ര്യവും ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, കണ്ട് ദൈവം എന്നെ ശിക്ഷിച്ചതാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് പക വീട്ടതാണ് എന്നുള്ള നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ പൊങ്ങി വരും. बहुत बार हम लोग पाप में जीने की वजह से और उस पाप के जीने का कारण की वजह से क्या हो जाता है, हमारे अंदर हमारी जिंदगी में थोड़ा तकलीफ आता है, क्लेश आता है, हमारे सब बातों में उल्टा पुल्टा होने लगता है, सही बातें कुछ भी नहीं जाता। तो तुरंत हम लोग क्या, हमारा वो निर्बुद्धि स्वभाव में हम लोग क्या बोलते हैं, देखो परमेश्वर कितना मुझसे नफरत करता है, मेरे से वो अभी बदला ले रहा है, इतना बुरा कार्य मेरे जीवन में हो रहा है, ये सब परमेश्वर कर रहा है बोलकर हम लोग इस रीति के बातों से बोलकर परमेश्वर से हम बैर रखकर बातें करते हैं। അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ദൈവം എനിക്ക് എതിരാണ്, ദൈവത്തെ കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് വേണ്ടതുപോലെ വഹിക്കാൻ കഴിയുന്നില്ല. तो मेरे जीवन में बुरा बातें होने की वजह से हम लोग क्या बोलते हैं, देखो परमेश्वर ये सब कर रहा है, परमेश्वर मेरे खिलाफ कार्य कर रहा है बोलकर परमेश्वर के विषय में सही गवाही हमारे अंदर नहीं हो पा रहा। അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതിപരമായി തന്നെ ആ തെറ്റിന്റെ ചില പരിണത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ദൈവം ചെയ്യുന്നതാണ്. देखो बहुत बार कई बार ऐसा होता है हमारे जीवन में, हम लोग कभी कुछ गलती कर बैठते हैं। अब वो गलती करने की वजह से स्वाभाविक रीति से भी या प्राकृतिक रीति से देखा जाए तो भी हमारे जीवन में उसका परिणाम हो सकता है या कुछ गलत बातें हमारे विरुद्ध हो सकता है। उसका कारण परमेश्वर होना जरूरी नहीं है या परमेश्वर किया है करके हम लोग बोल नहीं सकते, क्योंकि वो प्रकृति की वजह से हुआ, स्वाभाविक रीति से हुआ है। ഉദാഹരണമായിട്ട് ഞാൻ നമ്മുടെ ബോംബെ അസംബ്ലിയിൽ സഭയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ മദ്യത്തിന് അടിമയായിരുന്നു. जो उदाहरण के लिए बॉम्बे में हमारे कलीसिया में एक भाई था, उनका जीवन में वो देखा, वो बचपन में बहुत ही दारू पीकर पियक्कड़ जीवन जीता था। അങ്ങനെ അനേക നാളുകൾ അദ്ദേഹം മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. तो वो बहुत ही समय से वो दारू पीता था और पियक्कड़ का जीवन जीता था और एक दिन अचानक सुसमाचार सुनकर उद्धार पाया। രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വയറ്റില് വേദന ഉണ്ടാക്കി, വയറ്റിൽ അൾസറായി, ക്യാൻസറായി, അദ്ദേഹം വളരെ കഷ്ടാവസ്ഥയിലായി. तो उद्धार पाने के बाद क्या, उद्धार पाने के कुछ समय के बाद उनके पेट में अचानक बहुत तकलीफ आने लगा और उसको स्कैन करके देखा तो वो कैंसर है करके मालूम पड़ा। അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് താൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ആ ശരീരത്തോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ അവന്റെ അനുഭവിക്കേണ്ടി വന്നു. तो अभी क्या हो गया, भले वो उद्धार पाया है लेकिन उनके जीवन में जो पहला उन्होंने जो अपना शरीर का जो दुरुपयोग किया, शरीर के साथ जो गलत काम किया, उसका परिणाम अभी वो उद्धार पाने के बाद भुगत रहा है। എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ കഷ്ടപ്പെടേണ്ടതില്ല, കാരണം ക്രിസ്തു അവന്റെ ആ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചത് ശരിയാണ്. आमीन। लेकिन मरने के बाद फिर उनको वो दर्द और वेदना से गुजरने का जरूरत नहीं है, वो श्राप से गुजरने का जरूरत नहीं है, क्योंकि मसीह ने उसका सारा दंड उनका ले लिया है। എന്നാൽ നമ്മള് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ വിതച്ചിട്ട് അതിന്റെ ഫലം കൊയ്യുമ്പോൾ ദൈവം അങ്ങനെ ചെയ്തത് എന്താണെന്നുള്ളൊരു ചോദ്യം നമ്മളിൽ ഉണ്ടാകും. लेकिन क्या होता है, बहुत बार हम लोग खुद शरीर में हम लोग खुद गलती करते हैं और उसका परिणाम क्या होता है, प्राकृतिक रीति से, स्वाभाविक रीति से उसका परिणाम हमको बहुत सालों के बाद हमारे जीवन में
उसका उसका श्राप हमको लगता है। और हमें क्या लगता है, देखो अभी मैंने उद्धार पाया, मैं अच्छा जीवन जी रहा हूँ, परमेश्वर मेरे साथ ऐसे क्यों कर रहा है बोलकर हम लोग परमेश्वर के ऊपर इल्जाम डालते हैं, जबकि गलती हमारा ही था। അപ്പോൾ ദൈവം വെളിച്ചമാണ്, അവനിൽ ഒട്ടും ഇരുട്ടില്ല എന്നുള്ളത് സത്യവേദ പുസ്തകത്തിൽ ആദ്യം മുതലുള്ള ദൂതാണ്. तो परमेश्वर ज्योति है और उनमें कोई भी अंधकार नहीं है करके ये एक ऐसा सुसमाचार है, ये एक ऐसा बात है जो आदि से और आरंभ से हुआ है। ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച വാക്യം നമ്മള് ആരംഭം മുതലേ സുവിശേഷത്തിന്റെ ആരംഭം മുതലേ ഈ സുവിശേഷ യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തിലും നമ്മൾ നോക്കുമ്പോൾ ആരംഭം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ദൈവ സ്നേഹമാണ്. हाँ, तो यानी कि हम लोग ने अभी पहला यूहन्ना पहला अध्याय में जब हम पढ़ते समय में वहां पर हमने देखा 24वें वाक्य में तुमने ये आरंभ से ये सुना है करके हमने उस विषय में हमने पढ़ा है। तो ये आरंभ का एक सुसमाचार है कि परमेश्वर प्रेम है करके। അപ്പോൾ നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം കേട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക. കാരണം ദൈവ സ്നേഹവാനായതുകൊണ്ടാണ് പുത്രൻ ക്രൂശിൽ മരിക്കേണ്ടി വന്നത് എന്നുള്ള ക്രൂശിന്റെ സന്ദേശമാണ് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഈ സുവിശേഷപരമായ. तो हम लोग आरंभ में या आदि में सबसे पहला हमने जब सुसमाचार सुना, वो सुसमाचार में हमने क्या सुना था? सबसे पहला बात प्रभु हम लोग परमेश्वर के बारे में हमने क्या सुना था कि परमेश्वर ने अपना एकलौता पुत्र को इस जगत पर भेजा ताकि वो हमारे पाप के लिए मर सके। ये क्यों ऐसा हो रहा है? क्योंकि परमेश्वर ने हमसे प्रेम किया है इसके लिए। അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ സാക്ഷ്യം അപ്പോസ്തലന്മാർ പറയുകയാണ്. ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് നമ്മളോടുള്ള പ്രവൃത്തിയെ നോക്കിയല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നല്ലവരോ ദോഷിതരോ ആയതുകൊണ്ടല്ല ദൈവം സ്നേഹിക്കുന്നത്. ദൈവം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. आमीन। तो अभी परमेश्वर हमारे विषय में प्रेम करते समय में या परमेश्वर हमको प्रेम किया करके जब बोलते समय में बहुत से भाई लोग या प्रेरित लोगों ने उन लोगों ने क्या बताया है, परमेश्वर को हमारे विषय में प्रेम करने का कारण ये नहीं कि मैं अच्छा आदमी हूं या कोई बुरा आदमी हूं, मेरा अच्छा या बुरा काम की वजह से नहीं परमेश्वर का प्रेम मुझ पर प्रकट हुआ, बल्कि परमेश्वर प्रभु यीशु मसीह से प्रेम किया है जिसकी वजह से वो प्रेम हमें प्रकट हुआ है। ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ കാണുന്നത് പോലെ എന്നൊക്കെ നമ്മുടെ വചനത്തിൽ എപ്പോഴും ക്രിസ്തുവിൽ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പദം വേദപുസ്തകത്തിൽ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. क्योंकि हम लोग बार बार हम लोग वचन में पढ़ते समय में मसीह में करके ये शब्द हम पढ़ते हैं। परमेश्वर ने मसीह में हमको प्रेम किया, मसीह में हमको क्षमा किया, मसीह में हमको अपनाया। ये जो मसीह में है करके जो शब्द है, इसको बार बार हम लोग उसको पढ़कर में हमें इसे बात को समझना है। അപ്പൊ നമ്മള് 2 കോരിന്ത്യർ 5 അധ്യായം, दूसरा कोरिन्थी 5वां अध्याय में അതിന്റെ 5 അധ്യായത്തിലെ 19 വാക്യം 5 का 19 में जब हम पढ़ते हैं, അവിടെ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നുണ്ട്. वहां पर एक मेल मिलाप का सेवा है करके हम पढ़ते हैं। അവിടെ ആ വാക്യം നമ്മൾ വായിക്കും. ഈ അർത്ഥം മനസ്സിലായാൽ നമുക്ക് വളരെയധികം ദൈവത്തോടുള്ള പ്രീതി എത്ര ശ്രേഷ്ഠമാണെന്ന്. കാരണം ദൈവം ഒരിക്കൽ പോലും നമ്മളോട് അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞാല് കയ്പിന്റെ അല്ലെങ്കിൽ നമ്മളോട് വെറുപ്പിന്റെ ഒരു അനുഭവം ദൈവം വെച്ചിട്ടില്ല. तो ये वाक्य को जब समझते समय में इससे हमें एक बात गहराई से हमें समझ में आता है कि ये स्वभाव को देखकर हमें एक बात मालूम पड़ता है कि परमेश्वर को हमारे विषय में कोई भी कड़वाहट या कोई भी ईर्ष्या गुस्सा हमारे खिलाफ नहीं है। അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിന് നമ്മളോട് കോപം, നമ്മളോട് ക്രോധം ഇല്ലേ? तो फिर हम पूछेंगे, ऐसा तो हम पूछते हैं ना, अरे जब हमने पाप किया था तभी तो परमेश्वर हमारे ऊपर क्रोध था ना। അപ്പോൾ അതിന്റെ ആൻസർ ആണ് നമ്മുടെ 2 കോരിന്ത്യർ 5 അധ്യായം അതിന്റെ 19 വാക്യം. तो वही बात हम लोग दूसरा कोरिन्थी 5 का 19 में हम देते हैं। അവിടെ എന്താ വായിക്കുന്നത്? उधर हम क्या पढ़ते हैं? ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, എന്ന് പറഞ്ഞാൽ മനുഷ്യര് പാപം ചെയ്തെങ്കിലും ആ മനുഷ്യരുടെ പാപങ്ങളെ ദൈവം മനുഷ്യരിൽ കണക്കിടാതെ, हाँ, यानी कि अर्थात परमेश्वर ने मसीह में होकर अपने साथ संसार का मेल मिलाप कर दिया और उनके अपराधों को दोष पर नहीं लगाया। देखो, यानी कि परमेश्वर ने संसार का जो दोष है उन्होंने क्या किया, हमारे ऊपर नहीं लेखा लिया बल्कि पुत्र को सजा दिया। ക്രിസ്തുവിൽ തന്നോട് ധരിപ്പിച്ചു പോന്നു. और फिर क्या किया, अर्थात परमेश्वर ने मसीह में होकर हमें हमारे साथ मेल मिलाप किया। അപ്പൊ ഇവിടെ നമ്മള് ദൈവം നമ്മൾ ജനിക്കുന്നതിന് എത്രയോ ലോക സ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് കർത്താവിനെ വേർതിരിച്ചതാണ്. तो हम जरा सोचो ना, हमारा जन्म से भी पहले, संसार के निर्माण के पहले ही परमेश्वर ने अपना पुत्र को जगत का वो मेमना बनाकर हमारे लिए अलग करके रखा है।
അപ്പൊ ദൈവം നമ്മൾ ചെയ്ത പാപത്തിന് ദൈവത്തിന് ക്രോധമില്ലേ? तो अभी परमेश्वर ने हमारे खिलाफ हमने जो पाप किया है उसका क्रोध परमेश्वर हमारे ऊपर है क्या? തീർച്ചയായിട്ടും ക്രോധമുണ്ട്. क्रोध तो है, പക്ഷെ ആ ക്രോധം പകരാൻ ദൈവം വേറൊരു പാത്രത്തെ കണ്ടിരുന്നു. लेकिन हम वो क्रोध को उंडेलने के लिए परमेश्वर ने पहले से ही दूसरा एक पात्र को तैयार करके रखा था. നമ്മള് യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ സങ്കീർത്തനം, हम लोग भजन संगीता അതിന്റെ 75 സങ്കീർത്തനം വായിക്കുമ്പോൾ उसमें 75 भजन संगीता में हम पढ़ते हैं, നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. वहां पर इस रीति से हम पढ़ते हैं. യഹോവയുടെ കയ്യിൽ ഒരു അതിന്റെ 8ാം വാക്യം वाक्य 8 में हम पढ़ते हैं, അവിടെ വായിക്കുന്നത് യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്. वहां पर हम पढ़ते हैं कि यहोवा के हाथ में कटोरा है വീഞ്ഞ് നിറയ്ക്കുന്നു, जिसमें दाख मधु जाग वाला है, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, उसमें मसाला मिला है അവൻ അതിൽ നിന്ന് പകരുന്നു. और वो उसमें से उंडेलता है. ഇതിന് വായിക്കുകയാണ്, അടുത്ത വാക്യം വായിക്കും, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും. पर उसका वाक्य 9 में हम पढ़ते हैं कि परंतु मैं तो सादा प्रचारक रहा हूँ, निश्चय उसकी तलछट एक पृथ्वी से सब हष्ट लोग पी जाएंगे. ഇത് പറഞ്ഞാൽ ഈ മട്ടെന്ന് പറയുന്നത് എന്താണ്? उसका मतलब ये निश्चय उसकी जो तलछट है, അതെന്ന് പറയുന്നത് ദൈവക്രോധമാണ്. ये तलछट परमेश्वर का क्रोध है. അപ്പോൾ നമ്മൾ ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ अभी हम लोग प्रभु यीशु मसीह को हम देखेंगे तो ഈ ദൈവത്തിന്റെ കയ്യിലുള്ള ഈ ക്രോധമാണ്, അല്ലെങ്കിൽ ദൈവക്രോധമാണ് യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ നിന്നും അവൻ കുടിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു ഡ്രോപ്പ് പോലും വെക്കാതെ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം हम लोग अगर प्रभु यीशु मसीह के जीवन में अगर हम देखा जाए तो गत्सेमने में जब प्रभु ने क्या किया, परमेश्वर के हाथ से यही कटोरा लेकर प्रभु ने क्या किया, उसके अंदर जो तलछट था उस कटोरे में से वो सारा का सारा तलछट प्रभु ने पी लिया. एक भी बूंद उन्होंने बाकी रखा नहीं, पूरा का पूरा उन्होंने पिया है करके हम लोग यूहन्ना का सुसमाचार में पढ़ते हैं. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 18ാം അധ്യായത്തിന്റെ 11ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. 18-13 18ാം അധ്യായം അതിന്റെ 11ാം വാക്യം. यूहन्ना का सुसमाचार 18 का 11 में हम इस रीति से पढ़ते हैं. മഹാപുരോഹിതന്റെ ദാസന്റെ കാത് അറുക്കാനായിട്ട് പത്രോസ് വാളെടുത്തു. കർത്താവ് ഒരു കാര്യം പറയുന്നു. जब वो महायाजक का दास जब प्रभु को पकड़ने आते समय में पत्रोस ने तलवार जब उठाया, उस उठाने के बाद प्रभु वहां पर पत्रोस को जवाब देता है, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? तो वहां पर हम देखते हैं कि जो कटोरा पिता ने मुझे दिया है क्या मैं उसे ना पीऊं? എന്താ അർത്ഥം? उसका अर्थ क्या है? അപ്പോൾ നമ്മൾ കുടിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ മേൽ വരേണ്ട ദൈവക്രോധം ആര് കുടിച്ചു? यानी कि हमारे ऊपर, हम पापी मनुष्य के ऊपर आने वाला परमेश्वर का वो क्रोध है, वो किसने पिया? യേശു ക്രിസ്തു. यीशु मसीह ने. അത് എപ്പോഴാണ് കുടിച്ചത്? वो कब पिया? നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോഴല്ല. हमने जब अचानक चलो आज मैं प्रभु यीशु मसीह को, प्रभु यीशु मसीह आप मेरा उद्धार करता है करके स्वीकारता हो बोलकर तभी प्रभु ने प्याला पिया, ऐसा नहीं है. യേശു ക്രിസ്തു കുടിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ രക്ഷയുടെ മർമ്മം മനസ്സിലായത്. बल्कि यीशु मसीह ने वो क्रोध का कटोरा उन्होंने पिया है, इसके लिए उद्धार का रहस्य या मर्म मुझे समझ में आया. നമ്മള് അതിന്റെ പ്രവചന വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ये इसी का भविष्यवाणी का पुस्तक अगर हम पढ़ेंगे तो നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 51ാം അധ്യായം यशायाह का पुस्तक उसका 51 में हम पढ़ते हैं. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. उधर हम इस रीति से पढ़ते हैं. അതിന്റെ 22ാം വാക്യം उसका 22 में हम पढ़ेंगे 51-22. तेरा प्रभु यहोवा जो अपनी प्रजा का मुकदमा लड़ने वाला तेरा परमेश्वर है, वह यो कहता है, सुन, मैं लड़खड़ा देने वाले मद के कटोरे को अर्थात अपनी जलजलाहट के कटोरे को तेरे हाथ से ले लेता हूँ, तुझे उसमें से फिर कभी पीना न पड़ेगा. ഇതെന്താണ്? തന്റെ ജനം കുടിക്കേണ്ട ആ ക്രോധമദ്യം വേറൊരാൾ കുടിപ്പിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. यहाँ पर देखो, जो लोग ये पीना चाहिए था वो लोग ना पीते हुए परमेश्वर किसी और को वो पिलाता है, और वो इस रीति से किसी और को पिला रहा है ताकि वो दूसरे लोग ना पी सके. അത് യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ 53ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം യഹോവ യേശു ക്രിസ്തുവിനെ കഷ്ടപ്പെടുന്നതും അവനെ കട്ടം വരുത്തി അവനെ നമുക്ക് വേണ്ടി ശിക്ഷിച്ചതിന്റെ ഒരു ശരിയായ വിവരണം അവിടെ ഉണ്ട്. अगर हम लोग यशायाह का पुस्तक 53 अध्याय को ध्यान से अगर हम लोग पढ़ेंगे तो यहोवा ने किस रीति से अपना पुत्रों को ये मद पीने के लिए
कितना कष्ट उनके ऊपर और विपत्ति और आपत्ति और वेदना से गुजारा करके देख वो अच्छे रीति से वो अध्याय में हम पढ़ सकते हैं। ആ അധ്യായം എഴുതുമ്പോൾ പ്രവചന ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ ആ പ്രവചനം യേശു മശിഹായെ കുറിച്ചുള്ള പ്രവചനം യെശയ്യാവ് എഴുതുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ഒരു സാക്ഷ്യം പറയുകയാണ്. 53 അധ്യായത്തിൽ 1-ാം വാക്യം, ഞങ്ങൾ പറയുന്ന ഈ സാക്ഷ്യം, ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് സാക്ഷ്യം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, അവിടെ യഹോവയുടെ ഭുജം എന്നൊരു വാക്കുണ്ടായി. യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. हाँ, तो यहाँ पर देखो, इसके लिए यहाँ पर हम पढ़ते समय में शुरुआत में जब ये अध्याय शुरू होते ही वहां पर यशायाह भविष्यवक्ता को एक शंका आता है और शंका आकर वो पूछता है कि प्रभु जो समाचार हमें ये दिया गया है, यानी कि क्या मसीह के विषय में जो ये बात बोला गया है, आने वाला मसीह का विषय में जो ये रिपोर्ट है, ये जो समाचार है, ये कौन विश्वास करेगा। तो यहाँ पर एक बहुत बड़ा तकलीफ, एक विषय हमारे ऊपर उठकर आता है। പഴയ നിയമത്തിൽ എവിടെയെല്ലാം യഹോവ എന്ന് കാണുന്നുണ്ടോ അത് യേശുക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുന്ന ചിലരുണ്ട്. यानी कि एक दुरुपदेश सिखाया जाता है, लोगों में झूठा उपदेश सिखाया गया है। वो ये है कि पुराने नियम में जिधर भी यहोवा करके शब्द लिखा है तो वो सिर्फ यीशु मसीह ही है करके ऐसा एक झुंड सिखाते हैं। എന്നാൽ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ യഹോവ എന്ന് യേശുക്രിസ്തുവിന് പറയുന്നുണ്ട്, പിതാവിന് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന് പറയുന്നുണ്ട്. परंतु एक बात मैं बताना चाहता हूँ प्रियो, पुराने नियम में अगर आप ध्यान से पढ़ेंगे और संभाल के पढ़ेंगे तो यहोवा करके शब्द जो है वो पिता के विषय में भी कहा है, पुत्र के बारे में भी कहा है और पवित्र आत्मा के बारे में भी कहा है। എന്നാൽ ഇവിടെ യഹോവ എന്ന് ഇവിടെ നമ്മൾ ഇപ്പോൾ വായിച്ചത്, परंतु अभी यहाँ पर हम जो कहते हैं कि यहोवा, യഹോവയുടെ ഭുജം, यहाँ पर देखो यहोवा का भुजबल, അതാരാണ്? यहोवा का भुजबल कौन है? യേശുക്രിസ്തുവാണ്. यहोवा का भुजबल यीशु मसीह है। അവൻ ഇളയ തൈ പോലെയും ഇളയ തൈ പോലെയും അവൻ ആ ഭുജം എന്ന് പറയുന്നവൻ ഇളയ തൈ, അവൻ രൂപപ്പെടുന്നില്ല. വായിക്കുന്നുണ്ട് उसका दो में हम पढ़ते समय में देखो ये भुजबल कैसा है, एक अंगूर के नाई के समान है, ऐसी जड़ के समान है कि बहुत निर्बल है, यानी कि बहुत कमजोर है, साधारण है। ये सब बातें हैं वो भुजबल का गुण के बारे में बताया गया है। അപ്പോൾ പഴയ നിയമത്തിൽ പിന്നെ വേറൊരു ഭാഗത്ത് പറയുന്നത് ഇതാണ്, നമ്മുടെ യഹോവയുടെ ദാസൻ. दूसरा और पुराने नियम में दूसरा एक शब्द जो इस्तेमाल किया है वो है यहोवा का दास। അത് നമ്മള് ഈ യഹോവ എന്ന് പറയുന്നതെല്ലാം പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ യഹോവയാണ് പഠിപ്പിക്കുന്നവര്. യഹോവയുടെ ദാസ് എന്ന് പറയുമ്പോൾ അത് കോണ്ടസ്, അത് യെശയ്യാവിന്റെ പുസ്തകത്തിലാണെങ്കിൽ യഹോവയുടെ ദാസൻ യെശയ്യാവാണെന്ന് പറയും. हाँ, तो अभी ये जो दुरुपदेश सिखाने वाले जो झूठे लोग हैं, ये लोग क्या बोलते हैं, देखो जिधर भी यहोवा का दास करके जो शब्द लिखा है ना, वो अगर उदाहरण के लिए अगर यशायाह का पुस्तक में लिखा है यहोवा का दास करके बोलते समय में वो दास कौन है? वो यहोवा का दास यशायाह है करके बोलते हैं। അപ്പോൾ നമ്മളിവിടെ ഒരു വാക്യം വായിക്കാം, നമ്മൾ 52 യെശയ്യാവിന്റെ പുസ്തകം 52, यशायाह का पुस्तक 52 अध्याय में അതിന്റെ 13-ാം വാക്യം, उसका वाक्य 13 में हम पढ़ते हैं। 13 पढ़ेंगे। देख मेरा दास, हाँ बस देख मेरा दास, അവൻ ഉയർന്നു പൊങ്ങി അത്യന്ത ഉന്നതനായിരിക്കും। 13 पढ़ेंगे। देखो मेरा दास बुद्धि से काम करेगा, वह ऊंचा, महान और अति महान हो जाएगा। ഓക്കേ, ഇതാരാണ്? ये कौन है? ഇത് യെശയ്യാവാണെന്ന് ആൾക്കാർ പറയുന്നു. लोग कहते हैं कि ये यशायाह है करके। എന്നാൽ അതിന്റെ 14-ാം വാക്യം, और परंतु वाक्य 14 पढ़ेंगे तो യെശയ്യാവാണെങ്കിൽ എങ്ങനെയാണ് 14-ാം വാക്യം അതിന് എന്തെങ്കിലും യെശയ്യാവിന്റെ ജീവിതത്തിൽ മാച്ച് ആയിട്ടുണ്ടോ? 14 वाक्य पढ़ते समय में अगर हम लोग गौर से देखेंगे तो क्या ये वाक्य कभी भी यशायाह के जीवन में हुआ है क्या? അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് उसका 14 पढ़ेंगे। जैसे बहुत से लोग उसे देखकर चकित हुए, क्योंकि उसका रूप यहाँ तक बिगड़ा हुआ था कि मनुष्य का सा न जान पड़ता था। देखो क्या उसका रूप यहाँ तक बिगड़ गया था कि वो मनुष्य के सा है क्या करके, क्या ऐसा कभी यशायाह के जीवन में हुआ है क्या? ये किसके बारे में कह रहा है? നമ്മൾ കുടിക്കേണ്ട കോപപാനപാത്രം യേശുക്രിസ്തു കുടിച്ചത് കൊണ്ട്, എന്റെ പിതാവ് തന്ന പാനപാത്രം എന്ന് കുടിച്ചത് കൊണ്ട് യേശുവിന് ഉണ്ടായ കട്ടതയാണ് ഇവിടെ വായിക്കുന്നത്. यानी कि हम जो मनुष्य, पापी मनुष्य, जो परमेश्वर का क्रोध का कटोरा पीना चाहिए था, हमारे बदले जब प्रभु यीशु मसीह पिया, वो पीने की वजह से आया हुआ विपत्ति के बारे में यहाँ पर ये लिखा गया है। അപ്പൊ ഈ നമ്മളെ നേരത്തെ 51 വായിച്ചു, 51-22, അത് പരിഭ്രമത്തിന്റെ, ഹൃദയം കലങ്ങി പോകുന്ന ഒരു പാനപാത്രമാണ്. അത് കുടിച്ചാൽ അത് 51 वर्स 51-22, हाँ, हमने उसका 51 का 22 में जब हमने वाक्य पढ़ते समय में उस कटोरा के बारे में वहां पर हमने एक बात पढ़ा, वो जलजलाहट का कटोरा है। എന്ന് പറഞ്ഞാല് അത് പരിഭ്രമത്തിന്റേതായിരിക്കുന്ന ഒരു പാനപാത്രമാണ്. यानी कि एक ऐसा कटोरा है जो जलजलाहट है,
कांपने वाला अवस्था है वो। നമ്മൾ അതിനെ അതേ പദമാണ് നമ്മുടെ സെക്കറിയ പ്രവചനം 12 അധ്യായം यही बात हम लोग जकरया का पुस्तक उसका 12 अध्याय में അതിന്റെ 2-ാം വാക്യം 12 का 2 में हम पढ़ते हैं, അവിടെ എന്താണ് വായിക്കുന്നത്? पढ़ेंगे 12 का 2। देखो मैं यरूशलेम को चारों ओर की सब जातियों के लिए लड़खड़ा देने के मत का कटोरा ठहरा दूंगा। എന്ന് പറഞ്ഞാൽ പരിഭ്രമത്തിൽ ഒരു പാത്രം എന്നാൽ കലങ്ങി പോകും. കാരണം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാ ജാതികളും കലങ്ങി പരിഭ്രമിച്ചു പോകും. यानी कि क्या इसराइल के खिलाफ आने वाले सभी जाति लोग वो लोग क्या हो गए, वो लोग जलजलाहट की अवस्था में हो जाएंगे। അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പാനപാത്രം ദൈവം എന്നോട് കോപിക്കുന്നില്ലെന്നും ദൈവം എന്നോട് സ്നേഹമാണെന്നും ഞാൻ കുടിക്കേണ്ട പാനപാത്രം തന്റെ പുത്രനെ കൊണ്ട് കുടിപ്പിച്ചുവെന്നും ഒരു വ്യക്തി വിശ്വസിച്ചില്ല എങ്കിൽ ആദ്യം മുതലുള്ള ദൂത് ഉള്ളിൽ സ്ഥിരമായിട്ടില്ല. तो यानी कि क्या इस दुनिया में जब हम रहते समय में एक व्यक्ति को ये बात एहसास नहीं हो रहा है कि मैं एक पापी हूँ और परमेश्वर जो क्रोधित है वो क्रोध मेरे ऊपर प्रभु परमेश्वर लेखा नहीं ले रहा, बल्कि मेरा क्रोध किसी और के ऊपर डाल दिया है और मैं उस न्याय से बच गया, परमेश्वर क्रोध से बच गया हूं करके ये बात, ये संदेश अगर किसी व्यक्ति के अंदर नहीं है, मतलब आरंभ से मिला हुआ जो सुसमाचार है, आरंभ का संदेश अभी तक वो व्यक्ति को पहुंचा नहीं है। നമുക്കറിയാം ആ ധനികനായ മനുഷ്യൻ ലാസറിന്റെയും ധനികന്റെയും ഒരു കാര്യം കർത്താവ് പറയുമ്പോൾ ആ ധനികനായ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ പരിഭ്രമത്തിന്റെ പാനപാത്രം കുടിച്ചില്ല. देखो अभी हम देखते हैं कि जो धनवान और लाजरस का उस अवस्था को जब देखते समय में, धनवान जब इस दुनिया में जीते समय में उन्होंने कभी भी वो क्रोध का वो यानी कि वो घबराने वाला हलचल वाला वो डरने वाला वो कटोरे को उन्होंने कभी नहीं पिया। എന്നാൽ ലാസർ ജീവിതത്തിൽ വളരെ കഷ്ടതയും പ്രയാസമായിരുന്നു. हाँ, यानी अर्थात उसका मतलब क्या है कि धनवान के जीवन में कोई कष्ट और कठिनाई नहीं था, परंतु लाजरस के जीवन में वो बहुत ही कष्ट से गया। അതിന്റെ അർത്ഥം അവൻ പരിഭ്രമത്തിന്റെ വീഞ്ഞ് കുടിച്ചതല്ലത്. यानी उसका मतलब ये नहीं कि उसने जलजलाहट का कटोरा पिया है, ऐसा नहीं है। കാരണം പാപത്തിന്റെ ശിക്ഷയാകുന്ന കോപപാന പാത്രം ആർക്കും കുടിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അസഹ്യമായ വേദനയാണ്. क्योंकि वो पाप का वो कटोरा, पाप का वो और परमेश्वर का वो क्रोध का वो कटोरा, जो मनुष्य का पाप का कटोरा है, उसका मद को कोई कटोरा अगर कोई भी मनुष्य उसको पी नहीं सकता, क्योंकि वो सहन के बाहर है, कोई मनुष्य के पास उतना कैपेसिटी नहीं है। എന്നാൽ ദൈവം സ്നേഹമല്ല അല്ലെങ്കിൽ ദൈവത്തിൽ ഇരുട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹം അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് ഈ ധനവാനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ ശേഷം ആ കോപത്തിന്റെ പാനപാത്രം കുടിക്കേണ്ടി വരും. ഇന്നും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് അന്തമില്ല. परंतु ये धनवान व्यक्ति उन्होंने अपना जीवन में जीते समय में वो उनका जीवन कैसा ऐसा जी रहा था जैसे कि वो साबित कर रहा था कि परमेश्वर में प्रेम बिल्कुल नहीं है, परमेश्वर पूरा अंधकार से भरा हुआ है, ज्योति उनमें नहीं है करके ये साबित करते हुए वो जी रहा था। जिसके वजह से क्या होगा, वो धनवान व्यक्ति जब वो मर गया, उसने वो परमेश्वर का क्रोध का कटोरा उसने पी लिया और आज भी वो कटोरा, क्रोध का कटोरा पी रहा है। അപ്പൊ നമ്മുടെ യെശയ്യാവിന്റെ പുസ്തകം 53:10 വായിക്കുകയാണ്. ഐസായ 53 का 10 में हम पढ़ते हैं, എന്നാൽ അവനെ തകർത്ത് കളവാൻ ഈ അവൻ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു. हाँ वहां पर हम पढ़ते समय में सॉरी 53 का 10 पढ़ेंगे। तो भी यहोवा को यही भाया कि तो भी यहोवा को यही भाया कि उसे कुचले। हाँ बस उसे कुचले। अभी यहोवा को भाया कि उसे कुचले, वो उसे कौन है? प्रभु यीशु मसीह के बारे में है। അപ്പൊ യേശു ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് പ്രസാദം. तो ये यहोवा को भाया कि यीशु मसीह को कुचले। അപ്പം ദൈവം അത് ചെയ്തു എന്നുള്ളത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ദൈവം എനിക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ തകർത്തു എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ ആദ്യം മുതലുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. आमेन। तो ये बात, ये परमेश्वर को ये भाया कि अपना पुत्र प्रभु यीशु मसीह को कुचला है करके बोलते समय में ये कौन सी बात है? ये एक नींव की बात है, ये आरंभ की बात है, शुरुआत से बोला हुआ, मुझे बचाने के लिए किया हुआ शुरुआत की बात है ये। ഇതിന്റെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷ്യം വഹിക്കുകയാണ്. ഞാൻ എന്റെ പിതാവ് തന്ന പാനപാത്രം ഞാൻ ചെയ്ത പാപത്തിന് കുറ്റമല്ല, അത് ഇന്ന വ്യക്തി ചെയ്ത പാപത്തിന്റെ കുറ്റമാണ് എന്ന് യേശു ക്രിസ്തു സാക്ഷ്യം വഹിക്കുക. उसी के साथ साथ क्या हो रहा है? यीशु मसीह क्या गवाही दे रहा है? यीशु मसीह क्या गवाही दे रहा है? यीशु मसीह क्या वो कह रहा है कि जब मैं ये कटोरा पीते समय में, ये क्रोध का कटोरा, ये मेरा पाप का कटोरा नहीं है,
बल्कि मैं जानता हूं ये किसने पाप किया है, उसका पाप का कटोरा, वो क्रोध का कटोरा मैं उसके लिए मैं पी रहा हूँ। ആ സാക്ഷ്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. यही गवाही जब यीशु मसीह ने जो बात को जो मालूम है कि किन किन का पाप का कटोरा, क्रोध का कटोरा प्रभु ने पिया है करके, ये बात का गवाही सिर्फ पवित्र आत्मा को मालूम है। पवित्र आत्मा तुरंत वो व्यक्ति को आकर बताता है कि देखो यीशु मसीह ने तुम्हारा क्रोध का कटोरा यीशु मसीह ने पिया। അപ്പൊ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ എന്റെ പിതാവ് എന്നെ കുറിച്ച് സാക്ഷി പറയുന്നു, ഞാൻ സാക്ഷി പറയുന്നു. എന്നിട്ട് യോഹന്നാൻ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ പിതാവ് തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിച്ചില്ല എങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കും. तो इसके लिए यूहन्ना का 8 में हम पढ़ते समय में वहां पर कहता है कि पिता मेरे बारे में गवाही देता है और वो गवाही सत्य है करके। और वाक्य 5 में वहां पर अध्याय 5 में हम पढ़ते हैं कि जो कोई भी ये गवाही को नहीं मानता वो परमेश्वर सत्य नहीं है करके साबित करता है। अब यानी हम लोग उसका पहला यूहन्ना 5:10 में हम पढ़ेंगे, वहां पर हम पढ़ते हैं कि उनमें अंधकार नहीं है। वही बात है जो परमेश्वर ने प्रभु ने आकर गवाही दिया, और ये पुत्र के बारे में पिता गवाही देता है। 10 पढ़ेंगे, पहला यूहन्ना 5:10। जो परमेश्वर के पुत्र पर विश्वास करता है वह अपने ही में गवाही रखता है। जिसने परमेश्वर पर विश्वास नहीं किया उसने उसे झूठा ठहराया, क्योंकि उसने उस गवाही पर विश्वास नहीं किया जो इसी के साथ साथ यूहन्ना का 4:19 भी हम पढ़ेंगे। पहला यूहन्ना 4:19। പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യപ്പെടും. ഇതെല്ലാം ദൈവസ്നേഹത്തിൻ്റെതായിരിക്കുന്ന തികവേറിയ ദൂതാണ്. पहला यूहन्ना 4:19 पढ़ेंगे। हम इसलिए प्रेम करते हैं, सॉरी 4:14। पहला यूहन्ना 4:14। हमने देख भी लिया और गवाही देते हैं कि पिता ने पुत्र को जगत का उद्धारकर्ता करके भेजा है। आमीन। ഉദ്ധാരകർത്താ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? उद्धार करता है बोलते समय में उसका क्या अर्थ है? ഏതൊരു വ്യക്തിയും കുടിക്കേണ്ട പാനപാത്രം അവ യേശുക്രിസ്തു കുടിച്ചുവോ അങ്ങനെയാണ് അവരെ ഉദ്ധരിക്കുന്നത്. हाँ, मतलब क्या है कि हर एक पापी का जो क्रोध का कटोरा है, जो प्याला है, जो वो व्यक्ति पीना चाहिए था, वो क्या किया? प्रभु यीशु मसीह ने पीकर वो व्यक्ति का उद्धार किया। അപ്പൊ നമ്മുടെ 32-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മടച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. वहां पर हम देखते हैं भजन संगीता 32:1 में 32:1 में पढ़ते हैं कि धन्य है व्यक्ति जिसका अपराध क्षमा हुआ है और जिसका पाप छुपा और ढका हुआ है। और फिर वहां पर हम क्या पढ़ते हैं? യഹോവ അകൃത്യം കണക്കിടാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. और धन्य है वो मनुष्य जिसका अधर्म का यहोवा लेखा ना लेता है। അവിടെ വായിക്കുകയാണ്, ആത്മാവിൽ യഹോവ അകൃത്യം കണക്കിടാതെ. हाँ, यानी कि यहोवा उस मनुष्य का अधर्म का लेखा ना लेता है। അതാണ് നമ്മൾ നേരത്തെ റോമലേഖനം 5-ൽ വായിച്ചത്. वही बात है हमने रोमियो का 5 में हमने पढ़ा। എന്ന് വിചാരിച്ച് ദൈവം പാപത്തെ ശിക്ഷിക്കാതിരിക്കുന്നില്ല. उसका मतलब ये नहीं कि परमेश्वर पाप को सजा नहीं देगा, നമ്മിൽ കണക്കിടുന്നില്ല. वो हमारे अंदर लेखा नहीं लिया है, എന്നാൽ ക്രിസ്തുവിൽ കണക്കിട്ടു. लेकिन ये लेखा मसीह में लिया। ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. इसमें है परमेश्वर का प्रेम। അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മള് ഈ ഭൂമിയിൽ വെച്ച് ആദ്യം മുതൽ കേൾക്കുന്നത് പിന്നെയും പിന്നെയും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസാക്ഷിയിൽ നല്ല തറവായി വരികയാണ്. എന്താണ്? അവരിൽ ഒട്ടുമിരുട്ടില്ല. आमीन। तो ये बात जो प्रभु ने हम अपने पुत्र के द्वारा हमारे लिए किया है, और वो लेखा हम पर नहीं लिया बल्कि पुत्र में लिया, ये बात आरंभ की बात है। आरंभ से हम सुनते आ रहे हैं। आज भी जब ये बात सुनते समय में ये बात हमारे विवेक में और दृढ़ और पक्का होते जा रहा है। और ये हम कैसा साबित करते हैं कि परमेश्वर तुझ में कोई अंधकार नहीं है, ये बात बोलकर हम साबित करते हैं। യേശുക്രിസ്തു പാനപാത്രം കുടിച്ചപ്പോൾ യേശുക്രിസ്തു എന്ത് സംഭവിച്ചു? जब यीशु मसीह ने कटोरा उठाकर पिया तो उनमें क्या हो गया? അവന്റെ ഹൃദയം കലങ്ങിപ്പോയി. उनका हृदय में चंचलित हुआ। എന്ന് പറഞ്ഞാൽ ചഞ്ചലം എന്ന് പറഞ്ഞാൽ അവന് ഭയം ഉണ്ടായെന്നല്ല. उसका मतलब ये नहीं कि प्रभु डर गया करके, അവന്റെ ഹൃദയം തകർന്നു പോയി. यानी कि उनका हृदय तो टूट गया। എന്ന് പറഞ്ഞാൽ അതാണ് പിതാവ് അവനെ തകർത്തു എന്ന് വായിക്കുന്നത്. इसलिए हमने यशायाह 53 में हमने पढ़ा कि परमेश्वर को भाया कि अपना पुत्र को कुचले। അതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, इसलिए हम पढ़ते हैं यूहन्ना का सुसमाचार 14 अध्याय में, നിങ്ങളുടെ ഹൃദയം പരിഭ്രമിച്ചു പോകരുത്, കലങ്ങി പോകരുത് ഒരു കാരണത്താലും. കാരണം എന്റെ പിതാവ് നീ കുടിക്കേണ്ട പാനപാത്രം എന്നിൽ തന്നു എന്ന് വിശ്വസിക്കണം.
ഞാൻ അത് കുടിച്ചു എന്ന് വിശ്വസിക്കണം. അവിടെ പിതാവിലും പുത്രനിലും വിശ്വസിക്കാൻ രണ്ട് കാര്യം പറയുന്നുണ്ട്. तो इसके लिए वहां पर प्रभु वहां पर 14 अध्याय में कहता है कि तुम्हारा हृदय कोई भी कारणवश विषय के लिए चंचलित ना हो, निराश ना हो या डरे ना. അവിടെ നമ്മളെ പരിഭ്രമത്തിന്റെ വീഞ്ഞ് കുടിക്കുന്നതിനുള്ള ബന്ധത്തിൽ അത് വായിക്കും. यानी कि 51 യെശയ്യാ 51:22. यानी कि जो आइज़ाया 51 का 2 में हमने 22 आइज़ाया 51 का 22 में हमने जो पढ़ा है उस अर्थ में के विषय में हम वहां पर वो विषय को हम देख रहे हैं. तो उसका अर्थ क्या है? ഞാനത് കുടിച്ചു. प्रभु ने उसको तो पी लिया ദൈവമാണ് എന്നെ കുടിപ്പിച്ചത്, എന്റെ പിതാവാണ് എന്നെ കുടിപ്പിച്ചത്. और वो मेरे पिता ने यानी परमेश्वर है जो अपना पुत्र को पिलाया. എന്റെ പിതാവ് എന്നെ കുടിപ്പിച്ചു എന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ. परंतु वचन क्या वो कहता है, वो उसमें प्रभु कहना क्या चाहता है कि मैंने वो परमेश्वर ने मुझे वो कटोरा पिलाया है करके ये तुम विश्वास करो. പിന്നെ എന്തിനാണ് ദൈവം നിന്നോട് കോപിക്കുന്നു, നിനക്കെപ്പോഴും ഹൃദയത്തിൽ ദൈവത്തോടൊരു പ്രയാസം, ദൈവം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മള് ദൈവത്തിൽ ഇരുട്ടുണ്ടെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ച് നടക്കുന്നത്? അതിനാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, കാരണം നീ കുടിക്കേണ്ട പാനപാത്രം എന്റെ പിതാവ് എന്നെ കൊണ്ട് കുടിപ്പിച്ചു. आमेन. तो जब ये सब बातें परमेश्वर ने अपने पुत्रों के ऊपर किया, परमेश्वर को ये भाया कि पुत्रों को इसके ऊपर ऐसा कार्य करे, फिर तुम लोग क्यों घबराते हो? तुम लोग क्यों परमेश्वर पर शक करते हो? तुम लोग क्यों परमेश्वर को बैर रखते हो? तुम लोग क्यों कहते हो कि परमेश्वर में अंधकार है? तुम लोग क्यों कहते हो कि परमेश्वर झूठा है? कि परमेश्वर ने तुमको बचाने के लिए इतना बड़ा कार्य पुत्र पर किया है, ये बात तुम विश्वास करो कि पुत्र ने पिता ने पुत्र के द्वारा ये कार्य किया है. ഇതിൽ പറയാണ് എന്നിലും വിശ്വസിപ്പീൻ. और फिर तुम मुझ पर भी विश्वास करो. അതാണ് നമ്മൾ വായിച്ചത്. ഞാൻ അല്ലെങ്കിൽ എന്റെ ആ പാനപാത്രം ഞാൻ നിഷേധിച്ചില്ല. അതാണ് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത്, എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. तो यही बात हमने यूहन्ना में हमने क्या पढ़ा, जब प्रभु ने पतरस को कहा क्या तुम नहीं जानते कि मुझे पिता ने दिया वो कटोरा को पीना है करके. मतलब क्या, जब वो कटोरा का पीने का बारी आया, यीशु ने उस कटोरे को ठुकराया नहीं, बल्कि यीशु मसीह को वो कटोरा पीना था. बोला हमारा विश्वास क्या होना चाहिए, जब परमेश्वर ने यीशु मसीह को कटोरा पीने बोला तो यीशु ने वो कटोरा पिया. അപ്പൊ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നരകത്തിൽ പോയി ഈ ഹൃദയം കലങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല, കാരണം ഞാൻ അത് കുടിച്ചത് കൊണ്ട് നിങ്ങൾ ആശ്വസിപ്പീൻ എന്നാ പറയുന്നത്. इसके लिए अभी कोई भी मनुष्य नरक में जाकर नरक का वेदना सहने का जरूरत नहीं है. अपने हृदय को चंचलित करना या हृदय निराश होना, हृदय घबरा जाने की कोई जरूरत नहीं है, क्योंकि ये अवस्था जो हमारे ऊपर आना चाहिए था वो क्या किया, प्रभु यीशु मसीह ने परमेश्वर के हाथ से वो कटोरा पी कर हमें मुक्त कर दिया. അപ്പൊ നമ്മള് 12 പുസ്തകം 12 അധ്യായം വായിക്കുമ്പോൾ यशायाह का पुस्तक 12 अध्याय में जब हम पढ़ते हैं, 12 1-2 വാക്യം, 12 का 1-2 पढ़ेंगे. 12 का 1-2. उस दिन तू कहेगा, हे यहोवा, मैं तेरा धन्यवाद करता हूँ, क्योंकि यद्यपि तू मुझ पर क्रोधित हुआ था, परंतु अब तेरा क्रोध शांत हुआ और तूने मुझे शांति दी है. परमेश्वर मेरा उद्धार. എങ്ങനെയാണ് നമുക്ക് ശാന്തി കിട്ടുന്നത്? किस रीति से हमें शांति मिला है? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. क्योंकि हमें शांति मिलने का जो दंड था, जो सजा था, वो प्रभु यीशु मसीह के ऊपर चला गया. യഹോവയ്ക്ക് കോപം മാറി. अभी क्या हो गया, यहोवा को जो हमारे ऊपर क्रोध था वो शांत हो गया. രണ്ടാം വാക്യം, ദൈവം എന്റെ രക്ഷ. अभी फिर वाक्य 2 में पढ़ते हैं, परमेश्वर तू मेरा उद्धार है, എന്റെ ഗീതമാണ്, तू मेरा संगीत है, അവൻ എനിക്ക് രക്ഷയായി തീർന്നു, और तू मेरा उद्धार बन चुका है. ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. अभी मेरा बिना डरे मैं तुझ पर आश्रय करूंगा. അതുകൊണ്ട് സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. इसलिए मैं आनंद से मैं उस उद्धार का सोते में से मैं जल भरूंगा. ഇതാണ് പ്രവചനപരമായിട്ടുള്ള ദൂത്. ये है भविष्यवाणी का संदेश. ഇതാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. यही सारे प्रेरित लोगों ने सुनाया. ഈ ഒരു സോഴ്സ് നമ്മളിൽ ഇല്ലാതെ വരുമ്പോൾ, ये जो आरंभ का जो संदेश है, ये इसका श्रोता ही अगर हमारे अंदर आरंभ का बातें हमारे अंदर नहीं है, तो ഈ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പ്രകടമാകുന്നില്ല എങ്കിൽ, यानी कि आरंभ का ही परमेश्वर का प्रेम अगर हमारे अंदर प्रकट नहीं हो रहा है, तो നമ്മൾ നേരത്തെ തീത്തോസിന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ പിന്നെ അങ്ങനെ തന്നെയാണ്. फिर हम लोग तीतोस में जो पढ़ा मनुष्य का अवस्था, हम वैसे ही रहेंगे. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ അവിടെ നമ്മൾ വാക്യം നമുക്ക് തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കാം. हम लोग तीतोस का पुस्तक में हमने जैसा पढ़ा, ദൈവ സ്നേഹവാനായത് അവന്റെ ഒട്ടും ഇരുട്ടില്ലാത്തത് കൊണ്ട്, परमेश्वर प्रेम है, उनमें अंधकार बिल्कुल नहीं है, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, इसलिए उन्होंने क्या किया, ഇങ്ങനെ നമ്മളെ തമ്മിൽ കലഹിച്ചും ദേഷിച്ചും അസൂയപ്പെട്ടും ഇരുന്ന നമ്മളെ, तो हम लोग जो इस रीति से बैरभाव रखने वाले, जो हम लोग मूर्ख थे, ना समझते और परमेश्वर के खिलाफ कार्य करने वाले, सारा मोह और अभिलाषा से भरे हुए हम लोग, तीतोस 3:3 में
നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദൈവം മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ जब हमारे ऊपर परमेश्वर का दया और उद्धारकर्ता का वो कृपा जब हमारे ऊपर उगा प्रकट हुआ, അവൻ എന്ത് ചെയ്തു? तो तब क्या हुआ? അവൻ യേശു ക്രിസ്തു മൂലം, उन्होंने यीशु मसीह के द्वारा യേശു ക്രിസ്തു ആ പാനപാത്രം കുടിച്ചു എന്നുള്ള സന്ദേശം ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് പറഞ്ഞു. यीशु मसीह ने जो वो क्रोध का कटोरा पिया है करके ये बात का गवाही पवित्र आत्मा ने आके हमको दिया, വായിക്കുന്നത് जो हम बाकी साथ में जब हम पढ़ते हैं, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം. उसका ओके, उसका 5 में जब हम 5 पढ़ेंगे हिंदी में, तो उसने हमारा उद्धार किया और हाँ, उसने हमारा उद्धार किया। और पढ़ो धर्म के कामों के कारण नहीं हाँ, जो हमने आप किए, पर अपनी दया के अनुसार नए जन्म के स्नान और पवित्र आत्मा के हमें नया बनाने के द्वारा हुआ। हाँ, तो उसने हमें उद्धार किया। वो कैसा किया? वो पवित्र आत्मा ने आकर गवाही दी। वो पवित्र आत्मा ने क्या किया? वो पवित्र आत्मा का गवाही जब सुनते समय में वो हमें नया बनाने का आरंभ कार्य हमारे अंदर किया। അതാണ് നമ്മുടെ റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. वही बात हम लोग रोमियो का 5 में हम पढ़ते हैं, ദൈവത്തിന്റെ സ്നേഹം, परमेश्वर का प्रेम, ദൈവം ഇരുട്ടില്ല. यानी परमेश्वर का प्रेम मतलब क्या कि परमेश्वर में कोई भी अंधकार नहीं है, പിന്നെന്താണ്? परंतु क्या है, അവൻ മുഴുവനും വെളിച്ചമാണ്. बल्कि वो पूरा ज्योति है। അവനിൽ എന്നോട് പകയില്ല. उनको हमारे अंदर कोई भी नफरत या बैर नहीं है। അവൻ പൂർണ്ണ പ്രകാശമാണ്. वो संपूर्ण ज्योति है। അത് നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനാൽ वो हमको दिया हुआ पवित्र आत्मा के द्वारा നമ്മുടെ ഹൃദയങ്ങളിൽ ആ സാക്ഷ്യം വന്നിരിക്കുന്നു. हमारे हृदय में उंडेला है, मतलब डाला है, मतलब क्या, वो गवाही हमारे अंदर आ चुका है। ഇതാണ് ആദ്യം മുതൽ കേട്ട ദൂത്. यही तो है आरंभ से सुना हुआ संदेश। എന്നാൽ ഈ കാര്യത്തിൽ, परंतु इस बात पर, ഈ കാര്യം അല്ലാതെ വേറെ നമ്മള് പലരും യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. परंतु आज बहुत से लोग यीशु में विश्वास तो करते हैं, പക്ഷെ ദൈവ സ്നേഹമാണെന്ന് തെളിയിക്കാനാണ് യേശു മരിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നില്ല. लेकिन यीशु मसीह ने क्यों मरा? कि परमेश्वर प्रेम है ये साबित करने के लिए यीशु मरा था। ये बात बहुत लोग विश्वास नहीं करते। वो लोग सिर्फ यीशु पर ऊपर से विश्वास करते हैं। അവിടെ നമ്മൾ ഒരു വാക്യം വായിക്കുന്നു. हम एक वाक्य पढ़ते हैं, അതായത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, നമ്മുടെ അവിടെ അതിന്റെ 3-ാം അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായം, पहला यूहन्ना 2 अध्याय, അവിടെ നമ്മൾ വായിക്കുന്നു. वहां पर हम इस रीति से पढ़ते हैं, അതിന്റെ 23-ാം വാക്യം. बाकी 23 पढ़ेंगे। पहला हाँ, पढ़ो। जो कोई पुत्र का इनकार करता है उसके पास पिता भी नहीं, जो पुत्र को मान लेता है उसके पास पिता भी है। എന്നതിന്റെ അർത്ഥം, उसका अर्थ क्या है? യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയുള്ള ആ പാനപാത്രം കുടിച്ചു എന്നും പിതാവ് അവനെ കുടിപ്പിച്ചു എന്നും വിശ്വസിച്ചാൽ, യേശു അത് കുടിച്ചു എന്നും വിശ്വസിച്ചാൽ അവനെ യേശുവിനെ സ്വീകരിക്കുകയാണ്, യേശുവിനെ അംഗീകരിക്കുകയാണ്. യേശു യാതൊരു ഇരുട്ടുമില്ല. കാരണം ഇത്ര പാപിയായ എന്റെ പാനപാത്രം കുടിച്ചുവെങ്കിൽ ഇനി എങ്ങനെയാണ് യേശു ഇരുട്ടുള്ളത്? യേശു സ്നേഹമല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? यीशु मसीह जो पुत्र को मान ले, मतलब क्या है कि हमें क्या विश्वास करना, किस रीति से हम मान सकते हैं कि यीशु मसीह ने परमेश्वर के हाथ से वो कटोरा को वो पिया, वो कटोरा यानी कि परमेश्वर ने वो पुत्र को वो कटोरा पिलाया है करके ये बात का जो विश्वास करता है उसके अंदर मसीह है, वो पुत्र का गवाह उसके अंदर है। അപ്പൊ ദൈവം ഇത്രത്തോളം സ്നേഹവാനാണെന്നുള്ള ജ്ഞാനമില്ലാത്തതാണ് ഇരുട്ട്. तो यानी कि ये सब बातें जब हम लोग विश्वास करते हैं, मानते समय में क्या हो जाता है, हम विश्वास करते हैं कि परमेश्वर ज्योति है, लेकिन ये ज्ञान सही रीति से ना होने की वजह से हम लोग क्या बोलते हैं, परमेश्वर तू अंधकार है करके हम बोल बैठते हैं। അപ്പൊ നമുക്ക് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ वही पहला यूहन्ना 2 अध्याय, അതിന്റെ 8-ാം വാക്യം, वाक्य 8 पढ़ेंगे। फिर भी मैं तुम्हें नई आज्ञा लिखता हूँ और यह उसमें और तुम में सच्ची ठहरती है, क्योंकि अंधकार मिटता जाता है और सत्य की ज्योति अब चमकने लगी है। നോക്കുക, ആ देखिए, ഇരുട്ട് നീങ്ങിപ്പോയി. देखो वो अंधकार मिट रही है, കാരണം ദൈവ സ്നേഹമല്ല എന്നുള്ള ഇരുട്ട് നീങ്ങിപ്പോയി. यानी कि परमेश्वर प्रेम नहीं है करके ये जो बातें है वो मिट रहा है। എപ്പോഴാണ്? कब होगा? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കും. जब मैं प्रभु यीशु मसीह को अब तू मेरा उद्धार करता है करके जब विश्वास करते समय में। അപ്പൊ ഇതാണ് ആദ്യം മുതലുള്ള കേട്ട ദൂത്. यही तो है जो आरंभ से सुना हुआ संदेश। അതൊരിക്കലും നമ്മൾ നീങ്ങി പോകാൻ പാടില്ല. वो तो ये जो संदेश है जो प्रभु यीशु मसीह ही सच्चा ज्योति है करके
ये बात हमसे कभी हटना नहीं चाहिए। അപ്പൊ അവിടെ വായിക്കുന്നു അങ്ങനെ അവിടെ ഇരുട്ട് നീങ്ങിപ്പോയി. तो अभी क्या हो गया, अंधकार हमसे मिट गया। ഇനി നമ്മള് ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. ये बात हम लोग दूसरे रीति से पढ़ेंगे। നമ്മള് ഇരുട്ട് നീങ്ങി അവിടെ 1 യോഹന്നാൻ അതിന്റെ 1:5 വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ पहला यूहन्ना 1:5 में जब हम पढ़ते समय में ദൈവം വെളിച്ചമാകുന്നു എന്നുള്ള ഒരു കൃപ മനസ്സിലാക്കിയിട്ട് परमेश्वर ज्योति है करके ये बात का आशीष का बात जब हम समझने के बाद യേശുക്രിസ്തു ഹൃദയത്തിൽ വന്ന് यीशु मसीह हमारे हृदय में आकर നമ്മുടെ ഹൃദയത്തിൽ ഇരുട്ടെല്ലാം നീങ്ങിപ്പോയി എങ്കിൽ और हमारे हृदय का सारा अंधकार अगर हट चुका है तो 6 വാക്യം वाक्य 6 में അവനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്. हमें उनके साथ सहभागिता है। എന്നാൽ കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും यदि ദൈവം പകയാണ്, ദൈവം സഹായിക്കുന്നവനല്ല, ദൈവം തിന്മ നിറഞ്ഞവനാണെന്ന് പറഞ്ഞ് ഇരുട്ടിൽ നടന്നാൽ നമ്മൾ ഫോഷ്ക്ക് പറയും. तो यदि जो कोई कहता है कि मुझे प्रभु के साथ सहभागिता है और उसका जीवन और चाल चलन से वो ये साबित करता है कि परमेश्वर में ज्योति बिल्कुल नहीं है, वो अंधकार है, परमेश्वर बैर करने वाला है और ये बात बोल रहा है, तो वो क्या है, वो व्यक्ति झूठा है, उसके अंदर परमेश्वर का सहभागिता और संगति है ही नहीं। അപ്പോൾ ഇവിടെ യോഹന്നാൻ ആദ്യം തന്നെ പറയുകയാണ് ഞങ്ങളുടെ കൈ തൊട്ടതും, അതിന്റെ 1-2 വാക്യങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ആ ജീവൻ എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രത്യക്ഷമായി. तो हमने 1 और 2 में हम पढ़ते समय में आदि से जो हमने छुआ, जो हमने सुना, जिसकी वजह से जीवन का वचन के विषय में है करके बोलते समय में जीवन का वचन मतलब क्या है, वो परमेश्वर का प्रेम का वचन है वो। അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട്, इसके लिए हमें क्या है, ഞങ്ങൾ പിതാവിനെയും പുത്രനെയും സാക്ഷിക്കുന്നു. हम लोग पिता और पुत्र के बारे में गवाही देते हैं। എന്താണ് ആ സാക്ഷ്യം? वो गवाही क्या है, അതാണ് നമ്മൾ വായിക്കുന്നത്, നമുക്ക് നിത്യജീവനെ തന്നു. वो हम पढ़ते हैं कि उन्होंने हमको अनंत काल का जीवन दिया। എന്ന് പറഞ്ഞാൽ നിത്യമായ സ്നേഹം തന്നു. यानी कि अनंत काल का अनंत नित्य प्रेम उन्होंने हमको दिया। ദൈവത്തിന് എന്താ പറയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജീവൻ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഉറക്കം പറയുന്നതാണ്, ഏതാണ്ട് ശബ്ദം ഉണ്ടാക്കുന്നതാണ്. അല്ല, ഈ ജീവൻ എന്ന് പറയുന്നത് ദൈവ സ്നേഹമാണ്. तो वो नित्य जीवन दिया है मतलब क्या है कि प्रभु ने हमको नित्य प्रेम दिया है। ये प्रेम हमारे अंदर आने की वजह से अभी परमेश्वर चाहेगा तो भी वो हमसे नफरत कर नहीं सकता। ऐसा स्वभाव और ऐसा विशेष खासियत है अभी हम लोग बन चुके हैं, लेकिन लोग गलत समझते हैं। जीवन मतलब क्या है, जीवन मिल गया मतलब क्या, जोर जोर से उठकर ताली बजाना, जोर जोर से गाना गाना, जोर जोर से चिल्लाना या नाचना, ये सब बातों को वो लोग जीवन के साथ जोड़ते हैं। അപ്പൊ ദൈവ സ്നേഹമാണെന്നുള്ളതിന്റെ ആ കൂട്ടായ്മ ഞങ്ങൾ പിതാവിനോടുണ്ട്. तो अभी परमेश्वर जो जीवन है यानी कि परमेश्वर जो प्रेम है, वो प्रेम का जो सहभागिता और संगति हमें पिता के साथ भी है ഞങ്ങൾക്ക് പുത്രനുമുണ്ട്. और पुत्र के साथ भी है। കാരണം ആ പിതാവ് നമ്മൾ ചെയ്ത പാപത്തിന്റെ ക്രോധമദ്യം ക്രിസ്തുവിനെ കുടിപ്പിച്ചത് കൊണ്ട് അതിന്റെ സാക്ഷിയാണ് പിതാവും പുത്രനും. क्योंकि हमने जो किया हुआ पाप का जो मद है, उस कटोरे में जो मद भरा हुआ था, वो पिता ने क्या किया, हमसे प्रेम करता है ये बात बताने के लिए वो मद का कटोरा का पुत्र को पिलाया। അപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയായി തീരുക എന്നൊരു അർത്ഥം. विश्वासी, तुम विश्वासी हो करके बोलते समय उसका मतलब क्या है, परमेश्वर ने मुझे बचाने के लिए जो पुत्र के ऊपर किया उसका गवाह है हम। आज हम जब गवाह देते समय में इससे हमें मालूम पड़ता है कि हम सच्चा विश्वासी है। ദൈവ സ്നേഹമാണെന്നുള്ള കൂട്ടായ്മ നമ്മളിൽ വരുമ്പോൾ तो जब परमेश्वर प्रेम है करके ये बात, ये संगति जब हमारे अंदर आता है, നമ്മൾ സന്തോഷം ഉണ്ടാകും. तब हमारे अंदर आनंद होता है। ഒരു നിലയിലും ഈ ജീവിതത്തിൽ ലോകത്തിൽ നമ്മൾ ഭൗമിക വസ്തുക്കൾ ഉണ്ടാക്കിയോ ഏതെങ്കിലും നിലയിൽ സന്തോഷം ഉണ്ടാക്കിയാലും ക്ഷണിക നേരത്തേക്കുള്ളൂ. नहीं तो इसकी ये बात को छोड़कर संसार का कोई भी बातों में लाभ उठाकर, संसार में धन कमाकर, घर बनाकर, बड़े बड़े बातें हासिल कर कर उसमें जो व्यक्ति खुशी पाने का कोशिश करता है, वो खुशी थोड़े समय के लिए ही रहता है। അപ്പോൾ സഹോദരന്മാരോട് പൗലോസ് ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ പറയുകയാണ്, इसलिए യോഹന്നാൻ अपने दासों को कहता है, സഹോദരന്മാരെ हे भाइयों, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ यदि तुमको आनंद होना है तो ദൈവത്തിൽ ഇരുട്ടുണ്ട്, ദൈവം പകയ്ക്കുന്നവനാണ്, ദൈവം ശിക്ഷിക്കുന്നവനാണ്, ദൈവം എന്നെ ത്യജിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ ദുഃഖമേ ഉണ്ടാകുന്നുള്ളൂ. यदि अगर तुम्हें आनंद का जीवन अनुभव करना है, परंतु उसी समय में परमेश्वर बैर रखता है, परमेश्वर नफरत करता है, परमेश्वर में ज्योति नहीं है, अंधकार है, अगर ये सब बातें अगर आप लोग सोचते रहेंगे तो तुम्हारे अंदर आनंद कभी नहीं आएगा, निराश ही रहोगे। നമ്മള് ലൂസിഫറിനെ എങ്ങനെയാണ് വായിക്കുന്നത്? हम लोग लूसीफर के विषय में क्या पढ़ते हैं? ലൂസിഫർ നേരത്തെ വെളിച്ചമായിരുന്നു. लूसीफर एक समय में ज्योति था। എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? उसका मतलब क्या है? ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായിരുന്നു, परमेश्वर के साथ सहभागिता और संगति था, ദൈവ സ്നേഹമാണെന്ന് അവൻ വിശ്വസിച്ചു. और वो पहला परमेश्वर प्रेम है करके ये विश्वास करता था। എന്നാൽ लेकिन ആ സാക്ഷ്യത്തിന് വിരുദ്ധമായിട്ട് അവൻ वो एक समय में क्या हो गया, अचानक से जो गवाही उसके अंदर पहला था कि परमेश्वर प्रेम है,
उसका विरुद्ध आकर वो रुक गया। അപ്പൊ അവൻ പറയാൻ തുടങ്ങി, तब से वो क्या बोलने लगा? ദൈവ സ്നേഹമല്ല, परमेश्वर प्रेम नहीं है, ദൈവം ഇരുട്ടാണ്. परमेश्वर अंधकार है। ഈ സാക്ഷ്യമാണ് ആദാമിന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നത്. यही गवाही उसने आदम के अंदर भी लाया। എന്നാൽ യേശു ക്രിസ്തു ആ സാക്ഷ്യം തികച്ചും കംപ്ലീറ്റ് റദ്ദാക്കി. लेकिन यीशु मसीह के सामने जब ये गवाही आया तो यीशु मसीह ने गवाही को टुकरा दिया। അവനിതാ നമ്മൾ ദൈവ സ്നേഹമാണെന്നും സർവ്വ മനുഷ്യരുടെയും നഗ്നമായ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. यीशु ने बल्कि सभी लोगों के आंखों के सामने एकदम खुला करके बता दिया कि परमेश्वर प्रेम है। അപ്പൊ ദൈവ സ്നേഹമാണ്, തന്റെ പുത്രനും സ്നേഹമാണ് എന്ന് പിതാവിനും പുത്രനും വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വലിയ സന്തോഷം തരും. आमेन। इसलिए परमेश्वर प्रेम है और पुत्र भी प्रेम है। इस रीति से पुत्र और पिता पर दोनों पर ये विश्वास करेंगे तो पवित्र आत्मा हमको एक बहुत बड़ा आनंद से भर देगा। അപ്പൊ നമ്മള് കൃപാവരങ്ങൾ പറഞ്ഞു വരുമ്പോൾ हम लोग आत्मा का वरदानों के बारे में हम देखते हैं। അതിശ്രേഷ്ഠമായ ഒരു മാർഗം പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. पौलुस कहता है कि मैं अति श्रेष्ठ मार्ग मैं तुमको प्रकट करके दिखाता हूँ। ആ അതിശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. वो सबसे बड़ा अति श्रेष्ठ मार्ग क्या है? परमेश्वर का वो प्रेम है। നാം അവിടെ വായിക്കുമ്പോൾ ഈ ആ സ്നേഹത്തിന് ഒരു ആഴത്തം കൽപ്പിച്ച് പറയുകയാണ്. और उस प्रेम को व्यक्तित्व देकर कहता है ആ സ്നേഹമില്ല എങ്കിൽ, यदि वो प्रेम नहीं है तो നിങ്ങള് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അത് ഫലമില്ല. तो और वो प्रेम नहीं है और उसके बाद बदले तुम कुछ भी कार्य करोगे तो वो निष्फल रहेगा। നിങ്ങൾ വലിയ മർമ്മങ്ങൾ ഗ്രഹിച്ചു, तुम लोग बहुत ही रहस्य बातें तुम लोग के पास रहेगा, ദൈവ സ്നേഹമാണെന്ന് ഗ്രഹിച്ചില്ല. परंतु परमेश्वर प्रेम है करके ये बात समझ नहीं पाए। ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്താണെന്നുള്ളതിന്റെ ആ ദൂത് ഗ്രഹിച്ചില്ല. मसीह तुम्हारे लिए क्रूस में मरा है करके वो संदेश तुम लोग को समझ में नहीं आया। നമ്മളത് 1 കൊരിന്ത്യർ 13:2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴുണ്ട്. हम लोग जब पहला कोरिन्थिय उसका 13 अध्याय का 1-2 से पढ़ते समय में वो बातें हैं। എന്നിട്ട് പറയുകയാണ്, और फिर कहता है ദൈവം സ്നേഹമല്ല, ദൈവം ഇരുട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും जो व्यक्ति ശരീരം തൊടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല. ഈ ദൈവം സ്നേഹമാണെന്ന് ഗ്രഹിച്ചില്ല എങ്കിൽ, यदि कोई व्यक्ति ये बोलकर जी रहा है कि ये मानता है कि परमेश्वर प्रेम नहीं है और अंधकार से भरा हुआ, वो विश्वास करने वाला व्यक्ति यदि वो अपना संपूर्ण संपत्ति को कंगाल को दे दे और अपना देह को भी जला देगा, उसको कोई लाभ नहीं, क्योंकि वो व्यक्ति के जीवन में परमेश्वर का प्रेम का कुछ भी बात नहीं है। അതുപോലെ 4-ാം വാക്യം, और 13 का 4, ഈ ദൈവം സ്നേഹമാകുന്ന ഈ യേശു ക്രിസ്തുവും അവന്റെ പിതാവും, और ये यीशु मसीह जो प्रेम है वो प्रेम से भरा हुआ प्रभु और उनका पिता, ആ ദൈവം ദീർഘമായി ക്ഷമിക്കുന്നു. वो ये परमेश्वर क्या करता है? हमें धीरजवन है ആ ദയ കാണിക്കുന്നു. और वो कृपालु है। ആ സ്നേഹം അഹങ്കരിക്കുന്നില്ല. और ये प्रेम क्या है? अहंकार नहीं करता നിഗളിക്കുന്നില്ല, और वो घमंडी नहीं करता, ചീർക്കുന്നില്ല, फूलता नहीं, അയോഗ്യമായി നടക്കുന്നില്ല, किधर भी अनरीति बातों में चलता नहीं, അന്വേഷിക്കുന്നില്ല, वो अपना खुद का फायदा नहीं देखता, ദേഷ്യപ്പെടുന്നില്ല, गुस्सा नहीं करता, ദോഷം കണക്കിടുന്നില്ല, किसी का बुराई नहीं निकालता, അനീതിയെ സന്തോഷിക്കുന്നില്ല. अधर्म की बातों में आनंद नहीं उठाता। എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ദൈവം തന്റെ ശരിയായ സാക്ഷ്യം നമ്മളോട് കാണുന്നത്. जरा सोचो ना, जब प्रभु का वो प्रेम करके जो सच्चा गवाह है हमारे अंदर आता है तो क्या क्या होता है। അപ്പൊ ദൈവ സ്നേഹമാണെന്ന് ശരിക്കും നമ്മള് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്ന് നമ്മൾ കുറച്ചു നേരം ദൈവവുമായി കൂട്ടായ്മ പുലർത്തുമ്പോൾ, तो जरा सोचो, परमेश्वर प्रेम है करके ये बात को आप लोग मनन करते करते प्रभु के साथ का सच्चा संगति में बना रहेंगे तो നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. तो हमारा हृदय आनंद से भर जाएगा, നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും. हमारा हृदय शांति से भर जाएगा। അതുകൊണ്ടാണ് നമ്മള് ആത്മാവിന്റെ വരത്തിൽ നമ്മുടെ ആത്മാവ് നമുക്ക് നൽകി തരുന്ന ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കൃപ നമ്മളിൽ വർദ്ധിക്കുമ്പോൾ, तो जब प्रभु का ये कृपा जब हमारे अंदर बढ़ते रहता है, നമ്മളെ ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം गलतियों का पुस्तक 5वां अध्याय നമ്മളവിടെ വായിക്കുന്നുണ്ട്. वहां पर हम इस रीति से पढ़ते हैं, ദൈവത്തിന്റേതായ വെർച്യൂസ് നമ്മളിൽ വർദ്ധിച്ചു വരുന്നത്. परमेश्वर का गुण जो हमारे अंदर बढ़ जाता है। അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? सबसे पहला बात क्या देखते हैं हम? നമ്മൾ 5-ാം അധ്യായം 5वां अध्याय അതില് നമ്മൾ വായിക്കുന്നുണ്ട്. उधर हम पढ़ते हैं, അതിന്റെ 5-ാം അധ്യായം 22-ാം വാക്യം, उसका 22 में हम पढ़ते हैं, സ്നേഹം. सबसे पहला वो जो गुण है परमेश्वर का, वो जो आत्मा का फल, उसमें सबसे पहला बात है प्रेम। എന്ന് പറഞ്ഞാൽ ദൈവം ഇരുട്ടില്ല. यानी कि क्या? परमेश्वर में अंधकार बिल्कुल नहीं है। ദൈവ സ്നേഹമാണെന്ന് ഞാൻ ഗ്രഹിച്ചാൽ, जब कोई व्यक्ति परमेश्वर प्रेम है करके जब मैं विश्वास करता हूँ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയും, वो व्यक्ति के अंदर तुरंत ही आनंद से भर जाता है, സമാധാനം കൊണ്ട് നിറയും, वो शांति और मेल से भर जाता है, ദീർഘക്ഷമയുണ്ടാവും. धीरज से भर जाता है। എന്ന് പറഞ്ഞാൽ इसका मतलब ആ നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ആ കൃപയാൽ ഈ
ഈ ഫലങ്ങൾ അങ്ങ് നമ്മൾ കായ്ക്കാൻ തുടങ്ങി. यानी कि आत्मा के द्वारा जब वो व्यक्ति के अंदर वो प्रेम भर जाता है तो तुरंत आत्मा उसमें भर जाता है और आत्मा का फल उसके अंदर प्रकट होने लगता है. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. एक और वाक्य पढ़ना चाहता हूँ. യോഹന്നാൻ അതിന്റെ 15 അധ്യായം, यूहन्ना का सुसमाचार 15 अध्याय അതിന്റെ 9 വാക്യം. वाक्य 9 में हम इस रीति से हम पढ़ते हैं, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, पिता जिस रीति से मुझसे प्रेम करता है. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ നമുക്കതൊന്ന് വെളിപ്പെട്ട് കിട്ടിയാ. जरा सोचिए ना, जैसा पिता ने मुझसे प्रेम किया रखा, ये कैसा ये बात जब हमको प्रकट होएगा तो എത്രമാത്രം അവ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ആ കരത്തിൽ ആ വലിയ വിലയേറിയ നിലയിൽ. तो जैसा पिता ने मुझसे प्रेम किया वैसे ही मैं तुमसे, यानी कि पिता जिस माप से, जिस गहराई से, जिस वजन से पिता पुत्र से प्रेम करता है, वही गहराई और वजन से हमसे भी प्रेम करता है. അവ ദൈവ സ്നേഹമാണെന്ന് പുത്രനെ ക്രൂശിച്ചതിലൂടെ ഒരുവൻ മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കുന്ന വ്യക്തിയെ ദൈവം അങ്ങ് മകനായിട്ട് സ്വീകരിക്കുക. Amen. तो जब एक व्यक्ति को मालूम पड़ता है कि परमेश्वर का प्रेम कैसा प्रकट हुआ कि परमेश्वर ने अपना पुत्र को ही कुचला, अपना पुत्र को ही बलिदान किया, ये बात जब एक व्यक्ति विश्वास करते समय में उसके अंदर पिता का प्रेम आ जाता है. वो प्रेम से भरा हुआ व्यक्ति फिर क्या हो गया, परमेश्वर उसका पिता बन गया और परमेश्वर वो पापी को अपना बेटा बोलकर स्वीकारता है. അതാണ് നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. हमने जब इतना बातें अभी बोला है, 1 യോഹന്നാൻ 2 അധ്യായം 24 വാക്യത്തെ കുറിച്ചാണ്. वो है कि पहला यूहन्ना उसका 2 अध्याय 24वां वाक्य के आधार पर है. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത്, तुमने जो आरंभ से सुना हुआ जो संदेश है അവൻ നിങ്ങളിൽ വസിക്കട്ടെ. वो तुम में बना रहे. ഇത് പറഞ്ഞാൽ അർത്ഥം, यानी कि मतलब പിതാവ് സ്നേഹമാണ്, पिता प्रेम है, പുത്ര സ്നേഹമാണ്, पुत्र प्रेम है, പരിശുദ്ധാത്മാവ് സ്നേഹമാണ്, पवित्र आत्मा प्रेम है അതിൽ ഉളവായ സഭയും സ്നേഹമാണ്. और उनके द्वारा उत्पन्न हुआ कलीसिया भी प्रेम है. നമുക്ക് എന്നാൽ ഈ കാര്യത്തിൽ നമ്മളെ തെറ്റിക്കാൻ ഒരുപാട് പേര് വരും. लेकिन ये सब बातों से अलग करने के लिए, धोखा देने के लिए, फूट लाने के लिए बहुत लोग कोशिश करेगा. 26 वाक्യം उसका 26 में हम पढ़ते हैं, നിങ്ങളെ അപ്പം നമ്മള് ഈ ദൈവസ്നേഹമല്ല എന്ന്, ദൈവസ്നേഹത്തിന്റെ ഈ കരുതലായ കാര്യം വിട്ടുകളഞ്ഞിട്ട് वहां पर 26 में पढ़ते समय मैं तुम्हें उस विषय में लिखता हूँ कि तू जो तुम्हें भरमाएगा, यानी कि क्या, जो प्रभु का गवाही जो आरंभ से हमने जो सुना हुआ बात है, वो बात को छोड़कर अलग हो गए तो അവർ പറയാണ് ഞങ്ങൾ ഇതാണ് എന്തും കേൾക്കുന്നത്, പക്ഷെ ഇതല്ല ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് പുതിയത് എന്തെങ്കിലും വേണം. तो ये भरमाने वाले लोग क्या बोलते हैं, अरे आरंभ का बात कितने बार हम लोग सुनते आ रहे हैं, कितना पुराना बात है, कुछ नया बात बोलो ना. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് പറയാനുള്ള അഭിഷേകത്തിന്റെ കാര്യം ഇതാണ്. इसलिए पवित्र आत्मा जब अभिषेक से हमें भरते समय में, यानी कि जो अभिषेक के बातें हैं वो ये है, പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ പറയുന്നത് തന്നെയാണ്. यानी कि पवित्र आत्मा आकर बताने वाला बातें यही है. കാരണം നിങ്ങള് ഭ്രമിക്കരുത്, तुम लोग डरना नहीं. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ന് നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ ഒരു പാനപാത്രം കുടിക്കേണ്ടി വരും. यानी कि क्या, एक मनुष्य तू आज कैसा भी या किसी भी रीति से तू जी ले, अपना मन मर्जी से जी ले, लेकिन एक दिन तुझे कटोरा पीना पड़ेगा. എന്നാൽ അത് എങ്ങനെ എന്നിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ് മാനവ ചരിത്രത്തിൽ ദൈവത്തിന് നമ്മളോട് തരാനുള്ള ദൂത്. തന്റെ പുത്രനെ യാഗമാക്കിക്കൊണ്ട് ചെയ്തത് അതാണ് ആദ്യം മുതൽ കേട്ടത്. लेकिन सारा मनुष्य के लिए जो सबसे बड़ा संदेश जो परमेश्वर देना चाहता है वो ये है कि एक समय में जो तू मरने के बाद जो कटोरा तू पीना चाहिए था, वो कटोरा तुझ में से हटकर प्रभु यीशु मसीह को पीना पड़ा. ये बात तू अगर जीते समय में तू समझ में ले लिया, यही तेरा जीवन में सबसे बड़ा संदेश है जो परमेश्वर तुझे जीते जीते देना चाहता है. അപ്പൊ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറയുകയാണ്, यूहन्ना का सुसमाचार 15 अध्याय में प्रभु कहता है, എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, मेरा पिता मुझसे प्रेम करता है ഞാൻ ആ സ്നേഹത്തിൽ വസിക്കുന്നു. और मैं उस प्रेम में बना हुआ हूँ. അത് തന്നെയാണ് ഇവിടെ വായിക്കുന്നത്. वही बात हम इधर भी पढ़ते हैं. 1 യോഹന്നാൻ 2 അധ്യായത്തിന്റെ 28 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. पहला यूहन्ना 2 का 28 में जब हम पढ़ते हैं, ഇനിയും കുഞ്ഞുങ്ങളെ, कि देखो ये बालकों, ഇനിയും അവൻ പ്രത്യക്ഷനാകുമ്പോൾ जब वो प्रकट होगा നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ हम उनकी उपस्थिति में लज्जित ना होए, അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ उनका प्रकटीकरण में हमें भी धैर्य होने के लिए, അവനിൽ വസിപ്പിക്കും. हमें हियाव होने के लिए उसमें बने रहो. പറഞ്ഞാൽ ആ സ്നേഹത്തിൽ വസിപ്പിക്കും. उनमें बने रहो मतलब क्या, उनके प्रेम में बने रहो. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടമോ പ്രയാസം ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൽ കുറ്റം ആരോപിക്കാതെ, यानी कि क्या, जब हमारे जीवन में कोई भी कष्ट या क्लेश या विपत्ति आते समय में उसका गलती परमेश्वर के ऊपर ना डाले. നമ്മൾ കാണിക്കുന്ന മൂഢത്തരങ്ങൾ കൊണ്ട് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകും. देखो बहुत बार हमारा गलती और हमारा मूर्खता के वजह से हमारे अंदर पाप रोग आ सकता है. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെതായ ചില ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാവും. अभी अगर हम लोग बहुत ज्यादा खाना खाता रहेगा तो
तो भविष्य में चलकर उसके हिसाब से बीमारियां आएगा। പക്ഷേ അത് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തെ കുറ്റം ആരോപിക്കരുത്. परंतु ये परमेश्वर ने दिया है बोलकर कभी भी परमेश्वर के ऊपर दोष ना दे। നമുക്ക് എന്ത് സംഭവിച്ചാലും हमारे ऊपर कुछ भी आने दो, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത് നന്മയാക്കി തീർക്കും. परमेश्वर अपने प्रेम करने वालों को सब बातें भला करके देता है, കാരണം ദൈവം സ്നേഹമാണ്. क्योंकि परमेश्वर प्रेम है। കർത്താവ് നമ്മളെ സഹായിക്കും. प्रभु हमको सहायता करे। प्रेज लॉर्ड।